ബജറ്റ് അവതരണത്തിനായി കാതോർക്കുകയാണ് കേരളം. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നറിയാനായി 9 മണിക്ക് സഭയിൽ ബജറ്റ് അവതരണം നടക്കും. അതിനായുള്ള തയ്യാറെടുപ്പുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗസ്ഥയായി പൗർണമിയിൽ നിന്ന് സഭയിലേക്ക് പുറപ്പെടും. ഗവൺമെന്റ് പ്രസിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ബജറ്റിന്റെ അന്തിമ കോപ്പി ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഗോപാൽ ശിലാസനൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നിന്ന് ചേരുകയാണ്. ഗോപാൽ, ഇനി അധികം സമയമില്ല, 8:36 കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം സഭയിലേക്ക് പുറപ്പെടാനായി അവിടെ തയ്യാറെടുക്കുകയാണോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എസ് ഗോപാലിലേക്ക് വരാം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ? വയനാട് പുനരധിവാസത്തിന് നീക്കിവെച്ചത് എത്ര? വിഴിഞ്ഞത്തിനെത്ര? അതുപോലെ തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് വന്യജീവി സംഘർഷം തടയാനായി എന്തൊക്കെ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകും? ഒപ്പം സ്ത്രീകളുടെ ശാക്തീകരണത്തിനും യുവജനതയുടെ വികസനത്തിനും മുന്നേറ്റത്തിനും വ്യവസായ IT മേഖലയ്ക്കൊക്കെ എന്തൊക്കെ പദ്ധതികളായിരിക്കും ഉണ്ടാവുക? നിലവിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള പദ്ധതികൾ എന്തൊക്കെയുണ്ടാകും? വികസനത്തിന് ഊന്നൽ നൽകുന്ന എന്തൊക്കെ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിക്കും എന്നറിയേണ്ടതുണ്ട്. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടാകും. അതിൽ ക്ഷേമ പെൻഷൻ 100 മുതൽ 200 രൂപ വരെ കൂട്ടിയേക്കുമെന്നൊക്കെയുള്ള സൂചനകളുണ്ട്. അതൊക്കെ അറിയാനായി ഇനി അരമണിക്കൂർ കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഗോപാൽ ശിലാസനൽ ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ചേരുകയാണ്. ഗോപാൽ, എത്ര മണിയോടുകൂടി അദ്ദേഹം സഭയിലേക്ക് പുറപ്പെടും? അല്പസമയത്തിനകം, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം നിയമസഭയിലേക്ക് ബജറ്റ് അവതരണത്തിനായി പുറപ്പെടും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ അല്പനേരം മുൻപ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരുന്നു. ആ പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ജനക്ഷേമ ബജറ്റ് ആയിരിക്കും. അപ്പോഴും കാലോചിതമായ ചില വർധനവുകൾ, ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ്. ആ മാറ്റങ്ങളടക്കം, വർധനവുകളടക്കം ഉൾക്കൊണ്ടുകൊണ്ടുള്ള എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. രാവിലെ 7:30 തന്നെ അദ്ദേഹത്തിന് വസതിയിലേക്ക് ട്രഷറിയിൽ നിന്നുള്ള സൂപ്രണ്ടും അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. അച്ചടിച്ച പ്രസംഗം, ആ പ്രസംഗത്തിന്റെ പകർപ്പ് നേരിട്ട് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എത്തിയത്. എല്ലാ ബജറ്റുകളും അവതരിപ്പിക്കുന്ന ദിവസം, അന്നേ ദിവസം രാവിലെ നടക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണത്. അത്തരത്തിൽ അദ്ദേഹത്തിനെ വന്ന് നേരിൽ കണ്ട് ആ ബജറ്റ് പ്രസംഗം കൈമാറിയതിനു ശേഷം അല്പനേരം ഈ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വന്ന ഈ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും ഇത്തവണത്തേത് എന്നതാണ്. കേന്ദ്ര സർക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ട് പോലും ഈ ഘട്ടത്തിൽ അതിജീവിക്കാൻ കേരളത്തിലായി. അങ്ങ് കടന്നുള്ള അതിജീവനം അല്ലെങ്കിൽ വലിയ നേട്ടം, പുരോഗതി കൈവരിച്ചു എന്നൊരു അവകാശവാദമല്ല. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് മെച്ചപ്പെടാൻ, കഴിഞ്ഞ കാലങ്ങളിലെ ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാനുള്ള ശേഷി സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്നു. ആ ഘട്ടത്തിൽ കൂടുതൽ മെച്ചപ്പെടലുകൾ, കൂടുതൽ നിലനിൽപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം, ആ വാചകമാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് രാവിലെ പറയേണ്ടത്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ താൻ പറയാറുള്ളൂ, പ്രഖ്യാപിക്കാറുള്ളൂ. അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. എന്ന് വെച്ചാൽ മോഹന വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അങ്ങ് ജനപ്രിയ പ്രഖ്യാപനങ്ങളോ, ഒരു പരിധി കഴിഞ്ഞുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളോ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഏറ്റവും പടിവാതിൽക്കൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പുകളെ കൂടി ബാലൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ ബജറ്റിനുണ്ട്. ഈ ബജറ്റിന്റെ പ്രധാന ചുമതല LDF സർക്കാരിന് താങ്ങി നിർത്തുക എന്നതാണ് എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള ഈ ബജറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളെ വെറുപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുവാനോ അമിതഭാരം അടിച്ചേൽപ്പിക്കുവാനോ ധനമന്ത്രി തയ്യാറാവുകയില്ല. മറുവശത്ത് അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ശേഷി ഉണ്ടാകണം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ക്ഷേമ പെൻഷനാണ് ഏറ്റവും നിർണായകമായ പ്രഖ്യാപനമായി സംസ്ഥാനം എമ്പാടും ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു കാര്യം. കാരണം 100 മുതൽ 200 രൂപ വരെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കണക്ക് കൂട്ടുന്ന ഒരു വിഷയം. പക്ഷേ ഇപ്പോഴും 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് എന്നുള്ള കാര്യം വിസ്മരിക്കാനാവുന്നതല്ല.
3000 കോടി രൂപയാണ് ഈ 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുവാനായി ആവശ്യമായിട്ടുള്ള തുക. അതുകൊണ്ട് തന്നെ ആ 3000 കോടി രൂപ എങ്ങനെ വകയിരുത്തും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ 100 രൂപ മുതൽ 200 രൂപ വരെ ക്ഷേമ പെൻഷൻ കൂട്ടുവാനുള്ള ഒരു ശുപാർശയും അത്തരത്തിലേക്കുള്ളൊരു നീക്കവും തീരുമാനവും എല്ലാം തന്നെ വരുന്നത്. എന്തായാലും ഇനി അധികം സമയമൊന്നുമില്ല. ആ സമയത്തിന് വേണ്ടി നമ്മൾ അധികം കാത്തിരിക്കേണ്ടതില്ല. 20 മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. വിരലിലെണ്ണാവുന്ന മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ കണ്ടിട്ട് ഒരു 8:45 ഇറങ്ങി ഒരു 8:50 കൂടി നിയമസഭയിലേക്ക് എത്തി നേരിട്ട് ബജറ്റ് പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ആ ഒരു പ്ലാൻ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ച ഉടൻ അദ്ദേഹം ഇറങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി അങ്ങോട്ട് നാഴികകൾ എണ്ണി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വിരലിലെണ്ണി കണക്ക് കൂട്ടേണ്ടതായിട്ടില്ല. ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും പ്രതീക്ഷകളും വെക്കേണ്ടതില്ല. ഇനി ഈ ബജറ്റ് പെട്ടി പൊട്ടാനുള്ള സമയം ഇങ്ങടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് കണ്ണുകൾ പതിപ്പിക്കാം. ആ പെട്ടിക്കുള്ളിൽ എന്താണ് തവിട്ട് നിറത്തിൽ മന്ത്രി KN ബാലഗോപാലിന്റെ കൈകളിൽ അമർന്നിരിക്കുന്ന ആ പെട്ടിക്കുള്ളിൽ എന്താണ് എന്ന ചോദ്യത്തിന് ഇനി അധികം ആയുസില്ല. ആ ചോദ്യം അവസാനിക്കുവാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ, വിഴിഞ്ഞത്തിന് എന്ത് ലഭിക്കും, ഈ വയനാട് ദുരന്ത പാക്കേജ് ഉണ്ടാകുമോ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ ധനവകുപ്പ് പരിഗണിക്കും, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും ആഭ്യന്തരത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും എന്ത് നീക്കിവെച്ചിരിക്കുന്നു, ഭക്ഷ്യവകുപ്പിന് എന്ത് കിട്ടും, ജലവിതരണം, അങ്ങനെ ഓരോ വകുപ്പുകളെണ്ണിയുള്ള സാമൂഹ്യക്ഷേമം, സാമൂഹ്യനീതി വകുപ്പ്, അങ്ങനെ ഓരോ വകുപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്തിയുള്ള എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ പ്രതീക്ഷിച്ചത് ഇല്ലാതിരിക്കും, എന്തൊക്കെ വർധനവാണ്, ഏതൊക്കെ നികുതികൾ വർദ്ധിപ്പിക്കും, ഏതൊക്കെ പിഴത്തുകകൾ കൂട്ടും, എവിടെയൊക്കെ ഇളവുകൾ അനുവദിക്കും എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ അവസാനിക്കുവാൻ പോകുന്നു. ധനമന്ത്രിയുടെ പെട്ടിയിലുള്ള ടാബ്ലറ്റിൽ ഇന്ന് രാവിലെ കൊണ്ടുവന്ന ആ അച്ചടി പ്രസംഗത്തിൽ അതിനെല്ലാമുള്ള ഉത്തരമുണ്ട്. ആ ഉത്തരം കാത്തിരിക്കാൻ ഇനി 15 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് നമുക്ക് ബാക്കിയായുള്ളത്. ധനമന്ത്രി കഴിഞ്ഞ തവണ കുടുംബത്തിനോടൊപ്പമാണ് ഇവിടെ നിന്നും നിയമസഭയിലേക്ക് യാത്രയായത്. കുടുംബത്തിനോടൊപ്പം തന്നെയായിരിക്കും ഇക്കുറിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ മാത്രമാണ് നമുക്കത് അറിയാൻ സാധിക്കുക. ഈ കേരള സർക്കാരിൻ്റെ 10ാം നമ്പർ ഔദ്യോഗിക വാഹനത്തിൽ, ആ ഇന്നോവ വാഹനത്തിലാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോവുക. അതിനുവേണ്ടി ആ വാഹനം അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ട് മുന്നിൽ തന്നെ തയ്യാറാക്കിയിട്ടിരിക്കുന്നു. സമാനമായി തന്നെ അവസാനവട്ട ചിട്ടവട്ടങ്ങളിലാണ് ധനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിലെ ജീവനക്കാരും എല്ലാം തന്നെ. ഇനി ധനമന്ത്രി നിയമസഭയിലേക്ക് എത്തിച്ചേരുക എന്ന ഒരു കാര്യം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പലതും ഉണ്ടാകുമ്പോൾ അതിന്മേലുള്ള പൊതുപ്രതികരണം അത് ഏറ്റവും നിർണായകമാകുക അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. മാസങ്ങൾ നമുക്കറിയാം, കേന്ദ്ര അവഗണന കുറച്ചു നാളായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒരു ഭാഗത്തുണ്ട്. അതിലപ്പുറം വലിയ സാമ്പത്തിക ഞെരുക്കം വികസന മുരടിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നുണ്ടാവുക എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കേണ്ടതില്ല, എങ്കിലും ജനക്ഷേമ പദ്ധതികൾ തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ വികസന പദ്ധതികളൊക്കെ നടപ്പാക്കണമെങ്കിൽ അതിനുള്ള വരുമാന മാർഗം കൂടി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചില മേഖലകളിൽ സെസ് ഏർപ്പെടുത്തിയും നികുതി കൂട്ടിയുമൊക്കെ അത്തരത്തിൽ വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുകൂടിയാണോ അദ്ദേഹം പറഞ്ഞത്? അതേ ദിവ്യ, കഴിഞ്ഞ തവണ ഇന്ധന സെസ്സും അതിനോടൊപ്പം തന്നെ ഭൂനികുതിയും അടക്കം വലിയ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വന്നിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു എന്നും ജനങ്ങൾക്കുമേൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു എന്നതൊക്കെയായിരുന്നു അന്ന് പ്രതിപക്ഷമടക്കം സർക്കാരിനെതിരെ വാദിച്ചത്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതുണ്ട്. കാലോചിതമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്, കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്, അത് കൂട്ടാതെ അത് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് പൂർണ്ണമായും ഇതിൽ ജനങ്ങളിൽ ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതാണ് പ്രധാനമായും കരുതേണ്ടത്. കാരണം എന്ത് കൊടുക്കുന്നു, എന്ത് നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക്, എന്തിൽ വർധന ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക്, എന്ത് ഭാരം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ്
ഈ ബജറ്റിൽ സാധാരണ ജനങ്ങളെ, പൊതുജനങ്ങളെ, മധ്യവർഗത്തെ താങ്ങി നിർത്തുവാൻ, അവരെ സംതൃപ്തിപ്പെടുത്താൻ എന്തുണ്ടാകും? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അടുത്ത LDF സർക്കാരിന്റെ ഭാവി എന്ന് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടി, ആ തിരിച്ചടി എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാം, അത് എങ്ങനെ പ്രതിരോധിക്കാം? അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് കൃത്യം നിർണായകം തന്നെയാണ് LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ താങ്ങി നിർത്തേണ്ടത് ഈ ബജറ്റിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾക്ക് ഒരു പരിധിവരെ തയ്യാറാവാൻ ധനമന്ത്രി KN ബാലഗോപാലും CPM-ഉം LDF-ഉം തയ്യാറാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ വർധനവുകളെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വർണ്ണാഭമായ ഒരു പ്രഖ്യാപനമെങ്കിലും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രഖ്യാപനമെങ്കിലും ഈ ബജറ്റിൽ അത്രയധികം അത്യാവശ്യമാണ്. കാരണം വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഘട്ടത്തിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നത് പ്രധാന ചുമതലയായി നിലനിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ തന്നെയാണ്. ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പോലും ക്ഷേമ പെൻഷൻ വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളത്. ആ ക്ഷേമ പെൻഷൻ തന്നെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ വലിയ ചർച്ചയായിട്ടുള്ളതും. കുടിശ്ശിക വന്നപ്പോഴാണെങ്കിലും, വർദ്ധിപ്പിച്ചപ്പോഴാണെങ്കിലും, വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം വൈകിയപ്പോഴാണെങ്കിലും എല്ലാം തന്നെ ആ തരത്തിൽ ക്ഷേമ പെൻഷൻ വലിയ ചർച്ചയായ വിഷയമായിരുന്നു. അതുകൊണ്ട് ക്ഷേമ പെൻഷന്റെ ഇതിന്റെ ഭാവി എന്താണ്? എത്ര രൂപ വർദ്ധിപ്പിക്കും? വർധന ഉണ്ടാകുമോ? അത് 100 ആണോ, 150 ആണോ, 200 ആണോ? ഇനി അതിന് മുകളിൽ സർപ്രൈസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? അതൊക്കെയാണ് പൊതുജനങ്ങൾ, സാധാരണക്കാർ ഉറ്റുനോക്കുന്ന കാര്യം. മറ്റൊന്ന്, ഈ വിഴിഞ്ഞം പാക്കേജും വയനാട് ദുരന്തത്തെ അതിജീവിക്കാനുള്ള പാക്കേജും എന്താകും, എത്രത്തോളം അതിന് അനുവദിക്കുമെന്നുള്ളതാണ്. കാരണം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പാക്കേജ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ധനമന്ത്രി ബജറ്റ് അവതരണത്തിന് വേണ്ടി പുറത്തേക്ക് വരികയാണ്. അവസാന മിനിറ്റുകളുടെ കാത്തിരിപ്പാണ് ഇനി ബാക്കിയുള്ളത്. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അദ്ദേഹം പുറത്തേക്ക് വരാൻ പോകുന്നു. അദ്ദേഹത്തിനോടൊപ്പം കുടുംബമുണ്ടോ, ആരൊക്കെയാണ് നിയമസഭയിലേക്ക് ബജറ്റ് അവതരണത്തിന് വേണ്ടി എത്തുന്നത് എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും.